ഇന്ന് എന്താ ഉണ്ടാക്കണേന്നല്ലേ. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു വെള്ളക്കടല വെച്ചിട്ടൊരു മസാല ഉണ്ടാക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളക്കടല തലേ ദിവസം നന്നായി കഴുകി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് പിറ്റേ ദിവസം കുക്കറിൽ കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടും പിന്നെ ഒരു 3 വിസിൽ ലോ ഫ്ലെയിമിലിട്ടിട്ടും വേവിച്ചപ്പോൾ നമുക്ക് വെള്ളക്കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കതവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ വെളിച്ചെണ്ണ ചേർത്തൊന്ന് മാത്രം. പിന്നെ അത് നന്നായി ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി പൊട്ടി വരട്ടെ. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 2 ഉണക്കമുളക് ഇതുപോലെ നടുമുറിച്ചിട്ട് നമ്മൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞതാണ്. അപ്പോൾ ഞാനിവിടെ 2 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മളതിലേക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ഫ്ലേവർ തന്നെ വെളുത്തുള്ളി അങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ. ഇനി വേണമെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ച് ചേർക്കാം. ഞാൻ വെളുത്തുള്ളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. രണ്ടായാലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിൽ പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ആട്ടോ എടുത്തത്. അത് കാരണം നമ്മൾ ഇത്രയും ചേർക്കണം. സാധാ മുളക് പൊടിയാണെങ്കിൽ എരിവ് നോക്കിയിട്ട് ചേർക്കണേ. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. അത് നമുക്ക് എത്ര വേണോ അത്ര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവാണല്ലോ. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം. അതിലേക്ക് ചിക്കൻ മസാല ചേർക്കാൻ മറന്നു. അപ്പോൾ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം കൂടി മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ നമ്മൾ ചേർക്കുന്നത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയില്ലേ, അത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യണം കേട്ടോ. പിന്നെ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പറയുന്ന നേരം കൊണ്ട് തന്നെ നമ്മളത് ഉണ്ടാക്കി തീരുകയും ചെയ്യും. മാത്രമല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇനി ഇത് ഇങ്ങനെ കഴിക്കേണ്ട കുറച്ച് ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ നമ്മൾ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് നല്ല ഗ്രേവിയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയുകയും ചെയ്തു. ഇതിപ്പോൾ ഞാൻ ചോറിന് വേണ്ടിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളക്കടല ഉപ്പിട്ടിട്ടാണ് വേവിച്ചെങ്കിലും നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ സാദാ കടലയാണെങ്കിൽ വേവാൻ കുറേ സമയം എടുക്കുമല്ലോ. നമുക്ക് വെള്ളക്കടലയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ചിലർ ഈ സമയത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കണുണ്ട്. നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. രണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ടൊമാറ്റോ സോസ് ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ്, വിനാഗിരി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്. ഇനി തക്കാളി ചേർക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നേരത്തെ സവാള വഴറ്റിയപ്പോൾ തക്കാളിയും കൂടെ ചേർക്കാം. പക്ഷേ ഇങ്ങനെ കഴിക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയാണ്. പിന്നെ ലാസ്റ്റ് ഒന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളക്കടല മസാല അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മുടെ പരിപാടി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്താ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക്